അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 19 വ്യാഴാഴ്ച. ലെബനനിൽ ഇന്നലെയും ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ സ്ഫോടന പരമ്പരകൾ. ചൊവ്വാഴ്ച പൊട്ടിത്തെറിച്ചത് 3000-ഓളം പേജറുകളെങ്കിൽ ഇന്നലെ പൊട്ടിത്തെറിച്ചത് വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളുമാണ്. ഇന്നലത്തെ സ്ഫോടനങ്ങളിൽ 9 പേർ കൊല്ലപ്പെടുകയും 300-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പേജറുകൾ പൊട്ടിത്തെറിച്ച് 9 പേർ കൊല്ലപ്പെടുകയും 2800-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ചത്തെ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിലും ഇന്നലെ പൊട്ടിത്തെറികൾ ഉണ്ടായി. പരിക്കേറ്റവരുമായി ആംബുലൻസുകൾ ചീറിപ്പായുന്ന ദൃശ്യമാണ് ഇപ്പോൾ ലെബനനിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. രണ്ടാം ദിവസവും രാജ്യമെങ്ങും സ്ഫോടന പരമ്പരകൾ ആവർത്തിച്ചതോടെ ജനങ്ങൾ ഭയചകിതരാണെന്നും പലയിടത്തും ആളുകൾ പേടി കാരണം മൊബൈൽ ഫോണുകൾ എറിഞ്ഞു കളയുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് ചെലവ് ചുരുക്കാനും വികസനം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള ബിൽ കൊണ്ടുവരാനാണ് തീരുമാനം. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ചു നടത്താനുള്ള നീക്കത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യത്തെ ഊർജ്ജസ്വലമാക്കുന്നതും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതുമായ സുപ്രധാനമായ ചുവടുവയ്പ്പാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അപ്രായോഗികമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിച്ച കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനത്തോടായിരുന്നു ഖാർഗെയുടെ പ്രതികരണം. ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണിതെന്നും നടപ്പാക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കുമെന്നും കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകാനുള്ള ഒളിപ്പിച്ചുവച്ച അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിന് പിന്നിലുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തലതിരിഞ്ഞ ആശയം കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രായോഗികമല്ലെന്നും ഇത് രാജ്യത്തോട് തന്നെയുള്ള വെല്ലുവിളിയാണെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാന മന്ത്രിസഭകളെ കേന്ദ്രത്തിന്റെ ദയാദാക്ഷിണ്യത്തിന് വിധേയമാക്കുന്നതിനുള്ള നീക്കം പ്രാദേശിക പാർട്ടികളെ അപ്രസക്തമാക്കുന്നതാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. മന്ത്രിസഭ അംഗീകരിച്ചാലും ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ട ഭൂരിപക്ഷം NDAക്ക് ഇപ്പോഴില്ലെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. എംപോക്സ് ലക്ഷണങ്ങളോടെ മലപ്പുറത്ത് ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ദുബായിൽ നിന്നും വന്ന 38 വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ആദ്യമായാണ് എംപോക്സ് സ്ഥിരീകരിക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തേതും. ദുബായിൽ നിന്നും കേരളത്തിലെത്തിയ മലപ്പുറം സ്വദേശിക്ക് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. ഈ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നവർക്ക് രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷണമുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. 5 ലക്ഷം രൂപയിൽ അധികമുള്ള ബില്ലുകൾ മാറി നൽകില്ല. നേരത്തെ 25 ലക്ഷമായിരുന്നു പരിധി. തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും നിയന്ത്രണം ബാധിക്കും. വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസമുണ്ടാകും. ഇന്നലെ പുറത്തുവന്ന 10 പേരുടെ നിപ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മരിച്ച യുവാവിന്റെ കൂടെ ആശുപത്രിയിൽ നിന്ന് മാതാവടക്കമുള്ള അടുത്ത ബന്ധുക്കളും ചികിത്സിച്ച ഡോക്ടറും ഉൾപ്പെടെയുള്ളവരാണ് ഇന്നലെ നെഗറ്റീവായത്. ഇതോടെ ആകെ 26 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഈ
ഓണം 100-ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തൃശൂരിൽ ഓണാഘോഷത്തിന് പുലികളിയോടെ സമാപനം. തൃശൂർ നഗരത്തിനെ ആവേശത്തിലാഴ്ത്തി 7 ദേശങ്ങളിൽ നിന്നുള്ള 300-ലേറെ പുലികൾ ഇന്നലെ പട്ടണം കൈയടക്കി. സ്വരാജ് റൌണ്ടിലെ നായ്ക്കനാൽ ജംഗ്ഷനിലെത്തിയ പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ വരവോടെ പുലികളി ആരംഭിച്ചു. ആവേശം നിറഞ്ഞ താളത്തിനൊത്ത് ചുവടുവയ്ക്കാൻ കൂട്ടത്തിൽ കുഞ്ഞു പുലികളും പെൺപുലികളും ഉണ്ടായിരുന്നു. പുലിക്കളിയിൽ വിയ്യൂർ ദേശം യുവജന സംഘത്തിനാണ് 1-ാം സ്ഥാനം. കാനാട്ടുകര ദേശം 2-ാം സ്ഥാനം നേടിയപ്പോൾ സീതാറാം മിൽ ദേശം 3-ാം സ്ഥാനവും നേടി. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ കോയിപ്രവും കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കൾ. എ ബാച്ചിൽ കോയിപ്രവും ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടിയും മന്നം ട്രോഫി നേടി. എ ബി ബാച്ചുകളിലായി 49 വള്ളങ്ങൾ മത്സരത്തിനിറങ്ങി. 51 പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിലും പങ്കെടുത്തു. നെഹ്റു ട്രോഫി മാതൃകയിലാണ് ഇക്കുറി വള്ളംകളി നടന്നത്. ജലമേളയ്ക്ക് പകിട്ടേകി നേവിയുടെ അഭ്യാസ പ്രകടനവും കലാരൂപങ്ങളും ദൃശ്യാവിഷ്കാരവും പമ്പയാറ്റിൽ നടന്നു. ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രോഗികളെ ചുമന്ന് താഴെ ഇറക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി നിർദ്ദേശം നൽകി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഓണക്കാലത്ത് സംസ്ഥാനത്തെ മദ്യവിൽപ്പന ഉയർന്നു. ബെവ്കോ വഴിയുള്ള വിൽപ്പന പ്രകാരം ഈ മാസം 6 മുതൽ 17 വരെ 818.21 കോടിയുടെ മദ്യമാണ് വിറ്റത്. ഇത്തവണ ഓണം മദ്യവിൽപ്പന ഏറ്റവും കൂടുതൽ നടന്നത് തിരൂർ ബെവ്കോ ഔട്ട്ലെറ്റിലാണ്. 5.59 കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെന്ന പി ജയരാജന്റെ പ്രസ്താവന അതീവ ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പി ജയരാജൻ പറയുന്നതുപോലെ IS റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഇത് സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങളോ ഇന്റലിജൻസ് റിപ്പോർട്ടോ ഉണ്ടോ എന്നും സതീശൻ ചോദിച്ചു. കേരളം തീവ്രവാദ സംഘങ്ങൾക്ക് കടന്നുവരാൻ കഴിയാത്ത സ്ഥലമാണെന്നും അതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും CPM നേതാവ് ഇ പി ജയരാജൻ. കേരളത്തിലെ യുവാക്കൾ മതഭീകരവാദ സംഘടനയുടെ ഭാഗമാകുന്നുവെന്ന പി ജയരാജന്റെ പ്രസ്താവനയെ തുടർന്നാണ് ഇപിയുടെ മറുപടി. ISലേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും പൊളിറ്റിക്കൽ ഇസ്ലാം പ്രസ്താവന അഭിമുഖത്തിലെ ഒരു ഭാഗം വളച്ചൊടിച്ചതാണെന്നും പി ജയരാജൻ. മുൻപ് വിരലിൽ എണ്ണാവുന്നവരെ റിക്രൂട്ട് ചെയ്തു എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും എന്നാൽ ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമെന്ന വാചകത്തോട് ശക്തമായ വിയോജിപ്പാണ് ഉള്ളതെന്നും ഇങ്ങനെ പറയുന്നത് മരം മറഞ്ഞ് കാട് കാണാതിരിക്കില്ലെന്നും ജയരാജൻ പ്രതികരിച്ചു. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള സഹായധനം വിതരണം ചെയ്തു തുടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പിലും ബന്ധുവീടുകളിലുമായി കഴിഞ്ഞ 450 പേർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള 5000 രൂപ വീതം വിതരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നാളെ പുനരാരംഭിക്കാൻ തീരുമാനം. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായി തെരച്ചിൽ നടത്താൻ കാർവാർ തുറമുഖത്തുനിന്ന് ഇന്ന് രാവിലെ പുതിയ ഗംഗാവലി പാലത്തിന് സമീപം ഡ്രഡ്ജർ എത്തിക്കും. വേലിയിറക്ക സമയത്ത് ഡ്രഡ്ജർ നടപടികൾ തുടങ്ങാനാണ് തീരുമാനം. നാവികസേന ഇന്ന് പുഴയിലെ ഒഴുക്കും അടിത്തട്ടിൽ സോണാർ പരിശോധനയും നടത്തും. മൈനാഗപ്പള്ളി കാർ അപകടത്തിലെ പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ ശാസ്താംകോട്ട കോടതി തള്ളി. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിന്റെ അപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 1-ാം പ്രതി അജ്മലിനെയും 2-ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം. ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ 123.56 കോടി രൂപയുടെ വിറ്റുവരവ്. ഇതിൽ 66.83 കോടി രൂപ സബ്സിഡി ഇനങ്ങളുടെ വിൽപ്പനയിലൂടെ നേടിയതാണ്. സബ്സിഡിയേതര ഇനങ്ങളുടെ വിറ്റുവരവിൽ 56.73 കോടി രൂപ ലഭിച്ചു. സെപ്റ്റംബർ 1 മുതൽ 14 ഉത്രാട ദിവസം വരെയുള്ള കണക്കാണ് സപ്ലൈകോ പുറത്തുവിട്ടിരിക്കുന്നത്. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2-ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. രാജ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ വെറും 99 രൂപയ്ക്ക് സിനിമ കാണാൻ നാളെ അവസരം. ദേശീയ ചലച്ചിത്ര ദിനം എന്ന പേരിൽ മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ ഒരു അവസരം ഒരുക്കുന്നത്. രാജ്യത്തെ പ്രമുഖ മൾട്ടിപ്ലക്സ് ശൃംഖലകളുടെ 4000-ലധികം സ്ക്രീനുകളിൽ നാളെയാണ് ഈ ഓഫർ ലഭ്യമാകുക. പശ്ചിമ ബംഗാളിലെ RG-കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർ മുന്നോട്ടുവച്ച 8 ആവശ്യങ്ങളിൽ 7 എണ്ണവും സർക്കാർ അംഗീകരിച്ചു.
എന്നാൽ ഈ നിർദ്ദേശങ്ങൾ രേഖാമൂലം കൈമാറാൻ സർക്കാർ വിസമ്മതിച്ചതിനാൽ ചർച്ച പരാജയപ്പെട്ടെന്ന് ഡോക്ടർമാർ ആരോപിച്ചു. ചർച്ചയിലെ നിർദ്ദേശങ്ങൾ സർക്കാർ രേഖാമൂലം പുറപ്പെടുവിക്കുന്നതുവരെ സമരം തുടരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഹരിയാനയിൽ സ്ത്രീകൾ, വയോധികർ, യുവജനങ്ങൾ എന്നിവരെ പരിഗണിച്ചുള്ള വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ്. പ്രതിമാസം സ്ത്രീകൾക്ക് 2000 രൂപയും ഗ്യാസ് സിലിണ്ടറിന് 500 രൂപയും നൽകും. 300 യൂണിറ്റ് വൈദ്യുതി സൌജന്യമായി നൽകും. നിരവധി പദ്ധതികളാണ് ഹരിയാനയ്ക്കായി കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്നത്. റഷ്യയുടെ തലസ്ഥാന നഗരമായ മോസ്കോയിൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും നിരവധി വീടുകളും കെട്ടിടങ്ങളും തകരുകയും ചെയ്തു. അതേസമയം യുക്രൈന്റെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞെന്ന് റഷ്യ അവകാശപ്പെട്ടു. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്. 6 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ 63% പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് കണക്ക്. കശ്മീർ പുനഃസംഘടനയുടെ വിജയമെന്ന് ബിജെപി വിലയിരുത്തിയപ്പോൾ കേന്ദ്ര സർക്കാർ നടപടികളോടുള്ള അമർഷമെന്നാണ് പ്രതിപക്ഷം അഭിപ്രായപ്പെട്ടത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാര്യമായ സംഭാവനകൾ ചെയ്യുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചൊവ്വാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ. മ്യാൻമറുമായുള്ള അതിർത്തി പൂർണ്ണമായി വേലി കെട്ടി അടയ്ക്കാൻ ഇന്ത്യ. 1643 കിലോമീറ്റർ നീളത്തിലാണ് വേലി കെട്ടുക. അനധികൃത ആയുധക്കടത്തിന്റെയും മയക്കുമരുന്ന് കടത്തിന്റെയും പേരിൽ കുപ്രസിദ്ധി നേടിയ മ്യാൻമർ അതിർത്തിയാണ് ഇന്ത്യ അടച്ചുപൂട്ടുന്നത്. ഏരീസ് കൊല്ലം സെയിലേഴ്സിന് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം. ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് കൊല്ലം കിരീടം സ്വന്തമാക്കിയത്. കാലിക്കറ്റ് ഉയർത്തിയ 214 റൺസ് വിജയലക്ഷ്യം കൊല്ലം 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 54 പന്തിൽ നിന്ന് പുറത്താകാതെ 105 റൺസെടുത്ത ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ ഇന്നിംഗ്സാണ് കൊല്ലത്തിന് വമ്പൻ ജയം സമ്മാനിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.